ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ. നമ്മളെല്ലാവരും നമ്മളോട് തന്നെ പലപ്പോഴും പറയുന്ന ഒരു വാചകമാണ്. പലപ്പോഴും ഒരു അഡ്രിനാലിൻ റഷിലും അല്ലെങ്കിൽ നമുക്കൊരു ആവേശം വരുമ്പോഴൊക്കെ നമ്മളത് പറയും, ഇനി എൻ്റെ ജീവിതം ഞാൻ മാറ്റാൻ പോവാണ്, ഇങ്ങനെയല്ല ഇനി എൻ്റെ ജീവിതം ആകാൻ പോകുന്നതെന്നൊക്കെ. മാമുക്കോയ് പറയുന്ന ഒരു കഥയുണ്ട്. മാമുക്കോയുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് സിഗരറ്റ് വലിച്ചിരുന്ന, അദ്ദേഹം ഒരുപാട് ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ വീക്കായി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹം ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാരം എന്ന് പറയുന്നത് 39 കിലോ മാത്രമാണ്. ഒരു ആരോഗ്യകരമായ ശരീരത്തിന് വേണ്ടതിലും ഒരുപാട് താഴെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഞാൻ താങ്കളെ സഹായിക്കാം, ഞാൻ താങ്കളെ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ അതിന് പകരമായി ഞാൻ പറയുന്ന ഒരു കാര്യം താങ്കൾ എനിക്ക് വേണ്ടി ചെയ്യണം, താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. മാമുക്കോയ് പറഞ്ഞു, എന്താണത്, പറഞ്ഞോളൂ. ഡോക്ടർ പറഞ്ഞു, പതുക്കെ പതുക്കെ തൻ്റെ സിഗരറ്റ് വലിയൊന്ന് കുറച്ച് കൊണ്ടുവരണം, നമുക്കതൊന്ന് പതുക്കെ നിർത്തണം. മാമുക്കോയ് തിരിച്ചു പറഞ്ഞു, എന്തിനാ പതുക്കെ പതുക്കെയാക്കുന്നത്, നമുക്ക് നാളെ തൊട്ട് നിർത്താമല്ലോ. മാമുക്കോയ് പിന്നീട് പറയുന്നുണ്ട്, ആ ദിവസം മെയ് 30, 2004 അതിനുശേഷം അദ്ദേഹം ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല എന്നുള്ളത്. നമ്മൾ ഒന്ന് ചുറ്റും നോക്കാൻ തുടങ്ങിയാൽ ഉറച്ചു തീരുമാനമെടുത്ത് അതിനുവേണ്ടി ഏതറ്റം വരെയും പിടിച്ചു നിൽക്കുന്നവരുടെ ജീവിതം ഒരു വിസ്മയമാണ്. കാരണം നമ്മളെല്ലാം പലപ്പോഴും തീരുമാനങ്ങളെടുക്കും, അതിൽ നിന്ന് പിന്നെ താഴെ പോകും, പരിശ്രമിക്കും, പിന്നെ അതിൽ നിന്ന് പതുക്കെ വഴിമാറിപ്പോകും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കഥ. പക്ഷേ ഒരു തീരുമാനമെടുത്ത് അതിലുറച്ചു നിന്ന് ഐ വിൽ ഡു ഇറ്റ് എന്ന് പറയുന്നവരുടെ ജീവിതം കുറച്ച് വ്യത്യാസമാണ്. അത് പലതുമാകാം. നമ്മുടെ ഒരു ദുശീലം നിർത്താനോ അല്ലെങ്കിൽ ഒരു പുതിയ ശീലം തുടങ്ങാനോ എന്തിനുമാകാം ആ ഒരു തീരുമാനം. പക്ഷേ എല്ലാത്തിലും ഒരു കാര്യം സെയിമാണ്, ആ ഒരു ധൈര്യം, ദ കറേജ്. ആ യെസ് പറയാനോ നോ പറയാനോ ഉള്ള ഒരു കറേജ്. നമ്മളെപ്പോഴും എല്ലാം കൂടി ഒരൊറ്റയടിക്ക് മാറ്റാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇനി എൻ്റെ ജീവിതം മാറാൻ പോവാണ്, ഇനി എല്ലാം ഞാൻ നിർത്താൻ പോവാണ്. നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അതങ്ങനെ നിൽക്കില്ല. നമ്മളൊരു വലിയ മല മുഴുവനായിട്ടാണ് നോക്കുന്നത്. പക്ഷേ ആ മല മുഴുവനായി നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പ് കൊണ്ട് കയറാൻ പറ്റില്ല. നമ്മൾ പതിയെ കയറണം. നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ, അത് മാറ്റണമെങ്കിൽ, ഇറ്റ് ഈസ് ജസ്റ്റ് ടുഡേ, ജസ്റ്റ് നൗ, ഈ ഒരൊറ്റ പ്രാവശ്യം. ഹാക്സോ റിഡ്ജ് എന്ന് പറയുന്ന സിനിമയുടെ അവസാനം ഒരു രംഗമുണ്ട്. ഒരു പട്ടാളക്കാരൻ, അദ്ദേഹം ഒരിക്കലും കൈകൊണ്ട് തോക്കെടുക്കില്ല എന്നുറപ്പിച്ച മനുഷ്യൻ, അദ്ദേഹത്തെ അവരുടെ മെഡിക്കൽ സോൾജിയറായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. പക്ഷേ ആ കഥയുടെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ പോലും തോക്കെടുക്കാത്ത ആ മനുഷ്യനാണ് ഞങ്ങളുടെ യുദ്ധം ജയിപ്പിച്ചതെന്ന്. ഡെസ്മണ്ട് ഡോസ് എന്ന് പറയുന്ന ആ പട്ടാളക്കാരൻ്റെ കഥ ഇങ്ങനെയാണ്. എല്ലാവരും തകർന്ന് മുറിവേറ്റ് കിടക്കുന്ന ആ പോരാട്ട ഭൂമിയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഓരോരുത്തരെയായി രക്ഷിച്ചു. ഓരോ പടയാളിയെയും ശുശ്രൂഷിച്ച് അദ്ദേഹത്തെ എടുത്ത് തിരിച്ച് ക്യാമ്പിലേക്ക് നടന്നു കഴിയുമ്പോൾ അദ്ദേഹം അയാളോട് തന്നെ പറയും, വൺ മോർ, ഒരു പ്രാവശ്യം കൂടി, ഒരാളെ കൂടി. എന്നിട്ട് ജീവൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള എനർജിയും വെച്ചിട്ട്, ആ ഊർജവും വെച്ചിട്ട് അദ്ദേഹം തിരിച്ചു നടക്കും അടുത്ത പട്ടാളക്കാരനെ നോക്കാൻ. ഇത് തന്നെ അദ്ദേഹം ആവർത്തിച്ച് അദ്ദേഹം ആ യുദ്ധത്തിലെ ഏറ്റവും വലിയ പോരാളിയായി മാറുകയാണ്. വൺ മോർ, അതെന്ന് പറയാൻ തുടങ്ങുന്നോ അന്നാണ് നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങുക. നമ്മളെല്ലാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഇന്ന് ഞാൻ തുടങ്ങുകയാണ്, ഇതാണ് എൻ്റെ അവസാനത്തെ സിഗരറ്റ്, ഇതാണ് എൻ്റെ അവസാനത്തെ ലേസി ഡേ. പക്ഷേ എപ്പോഴെല്ലാം നമ്മൾ സ്റ്റക്കാവുന്നുണ്ടോ, എപ്പോഴെല്ലാം അലസമാണെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടോ, നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ടുഡേ, യു ആർ നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ് ടുമോറോ. നമ്മൾ ഇന്ന് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്തുറപ്പാണുള്ളത് ഇത് നമ്മൾ നാളെ ചെയ്യുമെന്ന്? ഇഫ് നോട്ട് ടുഡേ, ഇറ്റ് ഈസ് നോട്ട് ടുമോറോ. ജീവിതത്തിൽ ഒരു വലിയ ഇവൻറ്റും സംഭവിക്കാൻ പോകുന്നില്ല. ജീവിതം എന്ന് പറയുന്നത് ചെറിയ എഫോർട്ടുകളുടെ, ചെറിയ വിജയങ്ങളുടെ ഒരു കൂട്ടമാണ്. ആ ഒരു ഡിസിപ്ലിൻ്റെ വേദന, ആ ഒരു ഡിസിപ്ലിൻ്റെ പെയിൻ, അതാണ് നമ്മൾ ഇന്ന് നമുക്ക് തന്നെ പ്രോമിസ് ചെയ്യേണ്ടത്. അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്, വി ആർ വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു. എക്സലൻസ് ഈസ് നോട്ട് ആൻ ആക്ട് ബട്ട് എ ഹാബിറ്റ്. ഒരു പുതിയ വർഷം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. നമ്മൾ പണ്ട് പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്, ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, അതിൽ നിന്നൊക്കെ പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ ശരിക്കുള്ള വിജയം എന്ന് പറയുന്നത് ടേക്ക് ദം അഗെയിൻ ആൻഡ് അഗെയിൻ ടിൽ യു ഗെറ്റ് ദെയർ. ഓരോ ദിവസവും നമ്മൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം. ജീവിതത്തിൽ വിജയിച്ചവരുടെ ജീവിതത്തിലേക്കൊന്നും വെറുതെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ആക്സിഡൻ്റലായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ദേ വർക്ക്ഡ് ആൻഡ് ഹാർഡ് വർക്ക്ഡ്. നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നേടിയെടുത്തിട്ടുള്ളത്. നമ്മൾ പരിശ്രമിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ജയിക്കാം, തോക്കാം, അതൊരു മറ്റൊരു കഥയാണ്. പക്ഷേ ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ദ ഷോട്ട്, ഹൗ വിൽ വി സ്കോർ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജയിക്കും എന്നുള്ളതാണ് ചോദ്യം. അതിൽ മാത്രം നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. നമ്മുടെ പരിശ്രമത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. ഇത് നമ്മൾ ഇന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ ഒരു പുതിയ കഥയുടെ തുടക്കമാണ്.
ഇന്ന് വരെയുള്ള നമ്മളായിരിക്കില്ല നാളെ. പതിയെ പതിയെ ഒരു പുതിയ നമ്മളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. പുതിയ ഇംപ്രൂവ്ഡ് വേർഷൻ, എ ന്യൂ യു. നമ്മളിപ്പോഴും സ്വപ്നം കണ്ടിട്ടുള്ള എനിക്കിങ്ങനെ ആവണം, എനിക്കൊരു ദിവസം ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യനായിട്ട് നമ്മൾ മാറാൻ തുടങ്ങും. ദ യു ഓൾവേസ് ഡ്രീംഡ് അബൌട്ട്. ഇഫ് യു വാണ്ട് ടു ബി ദാറ്റ്, ഇന്നെടുക്കണം തീരുമാനം, ഇന്ന് തുടങ്ങണം. ഒരു പ്രാവശ്യം, ഒരു സ്റ്റെപ്പ്, ഒരു ചെറിയ പരിശ്രമം, ഒരു ചെറിയ വിജയം. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്, ഇൻസ്പയറിംഗ് ഫ്രീ.